എത്ര ടെസ്റ്റ് എടുത്താലേ ഈ പ്രിലിംസ് ഒന്ന് പാസ്സാവുക? സോ ദിസ് ഈസ് എ വെരി കോംപ്രിഹെൻസീവ് ടെസ്റ്റ് സീരീസ്. വി ഹാവ് അറൌണ്ട് 26 ടെസ്റ്റ്. ടെസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ടു നോ where you stand. എത്ര ടെസ്റ്റ് എടുത്താലേ ഈ പ്രിലിംസ് ഒന്ന് പാസ്സാവുക? Finally, you will have a grand finale of 5 full tests, and these 5 full tests would be replicated in actual UPSC exam pattern. ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു സിലബസ് എങ്ങനെയാണ് തീർക്കുക? നമ്മൾ എന്തോരം പഠിച്ചാലും UPSC will figure out certain questions that we might not have directly covered. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതൊക്കെ എന്തിനാ മുഴുവൻ പഠിക്കുന്നത്? ഈ പ്രാവശ്യം ഐ ലേൺ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ GS ടെസ്റ്റിനോടൊപ്പം തന്നെ ഓരോ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ആഴ്ച നിങ്ങൾക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഒരു വലിയ വോളിയം ഒന്നിച്ച് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, പഠിക്കേണ്ടി വരത്തില്ല. ഇതൊക്കെ എന്തിനാ മുഴുവൻ പഠിക്കുന്നത്? ദ എൻറ്റയർ സിലബസ് വിൽ ബി ഡിവൈഡിങ് ഇൻ ടു മൈക്രോ സിലബസ്. ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവും, ടാർഗറ്റ്സ് ഉണ്ടാവും. ആ ടാർഗറ്റ്സ് ബേസ് ചെയ്ത് ഡെയിലി നിങ്ങൾക്ക് എന്തുണ്ടാവും, പ്രിലിംസ് ടെസ്റ്റുകൾ ഉണ്ടാവും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിലിംസ് പാസ്സാവുന്നവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അവരുടെ കണ്ടന്റ് അല്ല, പക്ഷെ അവരുടെ ഒരു അപ്രോച്ചാണ്. ദീസ് സ്റ്റുഡൻസ് who consistently qualify prelims, they have an elimination approach, they have a strategy, they have a thought process, they have a mindset. ഇവ നിങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് പ്രിലിംസ് സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ കണ്ടന്റ് അല്ല, പക്ഷെ അവരുടെ ഒരു അപ്രോച്ചാണ്. എങ്ങനെ ആലോചിച്ചാലാണ് നമുക്ക് ഫെമിലിയർ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് പോലും UPSCയുടെ പാറ്റേൺസും നമ്മുടെ ബേസ് നോളജ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാം. ഈ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഫാക്കൽറ്റി സ്ട്രാറ്റജി സെഷനിൽ നിങ്ങളെ പഠിപ്പിക്കുക. അവരുടെ കണ്ടന്റ് അല്ല, പക്ഷെ അവരുടെ ഒരു അപ്രോച്ചാണ്. സോ every day you will have tests, you will have strategy sessions, you will have previous year question solving, and you will also have live question solving to capture the thought process of the toppers. ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളുടെ ഫൈനൽ റൗണ്ട് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് IPTS ലാസ്റ്റ് മിനിറ്റ് റെക്കണർ ഉണ്ടാവും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും വളരെ ക്രിസ്പായിട്ടും പ്രിസൈസായിട്ടും നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റെക്കണർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലയോ, അല്ലെങ്കിൽ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു IPTS പ്ലസ് എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നു. ഈ IPTS പ്ലസ്സിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു യുണീക്ക് മെൻറ്റർ, ഒരു സ്പെഷ്യൽ മെൻറ്റർ നിങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റഡ് ആവും. This mentor is going to be a friend, philosopher and guide in this journey to pass prelims. Hello. ലാസ്റ്റ് 3 ഇയേഴ്സിൽ കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആയിരുന്നു ഐ ലേൺഡ് IPTS. This year we are again back with IPTS 2026 and we are coming up with something really special. Now why is IPTS 2026 special? ഞങ്ങൾ പറയുന്ന വിശ്വസിക്കേണ്ട, ടോപ്പേഴ്സ് പറയുന്ന കേൾക്കും. ഇതുവരെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ടെസ്റ്റ് പോലും എടുത്തിട്ടില്ല പ്രിലിംസിന് വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി IPTSനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഐലാൻഡ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഐലാൻഡ് IPTS ആണ്. IPTS ടീമിന് ഒരു വളരെ ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം അവരുടെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു UPSC സ്റ്റാൻഡേർഡ്സ് ആണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എനി അതർ ടെസ്റ്റ് സീരീസ് കംസ് ക്ലോസ്. ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ ഐലാണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിലിംസ് കോഴ്സസ് ആണെങ്കിലും ആദിൽ സാറിൻ്റെ കോഴ്സസിലൊക്കെ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. So what make I learned Prelims Test Series the best? The reason is that I learned Prelims Test Series എന്ന് പറഞ്ഞാൽ അതൊരു ടെസ്റ്റ് സീരീസ് മാത്രമല്ല. നിങ്ങളുടെ ഈ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രിലിംസ് പ്രിപ്പറേഷനിൽ വേണ്ട എല്ലാ സപ്പോർട്ടും I learned തരുന്നുണ്ടാവും. I learned Prelims Test Series also includes I learned's very famous Theory of Prelims. സോ തിയറി ഓഫ് പ്രിലിംസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസിന് വേണ്ട നല്ല അടിപൊളി കണ്ടന്റും സ്ട്രാറ്റജീസും ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നാൽ ടെസ്റ്റ് സീരീസിൽ UPSC പരീക്ഷ ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് റീക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻടു ദ ഡീറ്റെയിൽസ് ഓഫ് ഐ ലേൺസ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ്. സോ വാട്ട് മേക്സ് IPTS സ്പെഷ്യൽ? സി, ഞങ്ങൾ ഈ IPTS ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. പ്രിലിംസ് ഇസ് നോട്ട് അബൌട്ട് നോളേജ്. പ്രിലിംസിൽ നമ്മൾ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തോരം പഠിച്ചാലും UPSC വിൽ ഫിഗർ ഔട്ട് സർട്ടൻ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി മൈറ്റ് നോട്ട് ഹാവ് ഡയറക്ട്ലി കവേർഡ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നവരും ക്വാളിഫൈ ചെയ്യാത്തവരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് 2 പേർക്കുള്ള നോളേജ് ബേസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ദീസ് സ്റ്റുഡൻസ് who consistently qualify prelims, they have an elimination approach, they have a strategy, they have a thought process, they have a mindset. ഇവ നിങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് പ്രിലിംസ് ടെസ്റ്റ് സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സീ എ ടിപ്പിക്കൽ വീക്ക്. സോ എവറി മൺഡേ
you will have a strategy session for the upcoming examination. As you know, examinations are on Sundays. So ആ മൺഡേ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളിൽ ഈ ടോപ്പിക്കിന് UPSC ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഹൈ ഇമ്പാക്റ്റ് ഏരിയാസ് എന്തൊക്കെയാണ്, എങ്ങനെ ആലോചിച്ചാലാണ് നമുക്ക് ഫെമിലിയർ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് പോലും UPSCയുടെ പാറ്റേൺസും നമ്മുടെ ബേസ് നോളജ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാം. ഈ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഫാക്കൽറ്റി സ്ട്രാറ്റജി സെഷനിൽ നിങ്ങളെ പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ ഫാക്കൽറ്റി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ഒരാഴ്ചത്തെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റാണ്. പല കുട്ടികൾക്കും പറ്റുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലുള്ള ടോപ്പിക്സിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യും, ലാസ്റ്റ് അവസാനം സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ വാട്ട് വിൽ ബി ഡൂയിങ് ഇസ് ദാറ്റ് ദ എൻറ്റയർ സിലബസ് വിൽ ബി ഡിവൈഡിങ് ഇൻ ടു മൈക്രോ സിലബസ്. ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവും, ടാർഗറ്റ്സ് ഉണ്ടാവും. ആ ടാർഗറ്റ്സ് ബേസ് ചെയ്ത് ഡെയിലി നിങ്ങൾക്ക് എന്തുണ്ടാവും, പ്രിലിംസ് ടെസ്റ്റുകൾ ഉണ്ടാവും. സോ ഈ ടെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടോപ്പിക് കവർ ചെയ്യുക, അപ്പം തന്നെ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഐലേണിൻ്റെ ഒരു വീക്ക്ലി ആക്ടിവിറ്റി എടുത്ത് നോക്കിയാൽ യു വിൽ ഹാവ് ലൈവ് ക്വസ്റ്റ്യൻ സോൾവിങ് സെഷൻസ്. ഈ ലൈവ് ക്വസ്റ്റ്യൻ സോൾവിങ് സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നോളേജിനോടൊപ്പം തന്നെ ഹൗ ടു അപ്രോച്ച് എ ക്വസ്റ്റ്യൻ എന്നതാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിലിംസ് സോൾവ് ചെയ്ത ടോപ്പേഴ്സ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അവരെങ്ങനെയാണ് ഇത് ആലോചിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ഫണ്ടമെൻ്റൽ നോളേജിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ആ 4 ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, ആ ഒരു തോട്ട് പ്രോസസ്സ് ഒരു ആസ്പിറന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ every day you will have tests, you will have strategy sessions, you will have previous year question solving, and you will also have live question solving to capture the thought process of the toppers. എല്ലാ സൺഡേസിലായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവുക. ടെസ്റ്റ് കഴിയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കീ ഉണ്ടാവും. ഐലേണിൻ്റെ കീയുടെ ഒരു സ്പെഷ്യൽ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസിനകത്ത് ആൻസർ മാത്രമല്ല നിങ്ങൾക്ക് തരുന്നത്, ഓരോ ക്വസ്റ്റ്യനും ഒരു ടോപ്പർ എങ്ങനെയായിരിക്കും ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു പ്രിലിംസ് എക്സ്പേർട്ട് എങ്ങനെയായിരിക്കും ആലോചിക്കുക എന്നൊരു അപ്രോച്ച് സെഷൻ ഐലേണിൻ്റെ ആൻസർ കീയുടെ ഒരു പ്രത്യേകതയാണ്. ഓരോ ടെസ്റ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തുണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് കണ്ടന്റ്, ഇറ്റ് ഈസ് അഗെയിൻ ടു കൺവേ ദ തോട്ട് പ്രോസസ് to effectively approach a prelims test sheet. Okay, so this is a very comprehensive test series. We have around 26 tests. Tests start with self-assessment test to know where you stand. Okay, നിങ്ങളൊരു ബിഗിനർ ആയിരിക്കാം, പക്ഷേ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കണം, എന്നാലേ നമ്മൾ എവിടെ തുടങ്ങണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. CSAT ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ ഈ പ്രാവശ്യം ചെയ്ത വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളുടെ ഒരു വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോർമലി കറണ്ട് അഫയേഴ്സ് ചില ഐസൊലേറ്റഡ് ടെസ്റ്റുകളായിട്ടാണ് എന്ത് ചെയ്യുക വെക്കുക. ഈ പ്രാവശ്യം ഐലേൺ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ GS ടെസ്റ്റിനോടൊപ്പം തന്നെ ഓരോ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഒരു വലിയ വോളിയം ഒന്നിച്ച് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, പഠിക്കേണ്ടി വരത്തില്ല. എന്നിട്ട് ആ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ആഴ്ച കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും, സ്പെഷ്യൽ സെഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് എ സം ഓഫ് ഐലേൺസ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, ആൻഡ് finally you will have a grand finale of 5 full tests, and these 5 full tests would be replicated in actual UPSC exam pattern. ഒരു UPSC എക്സാം നടത്തുന്ന ഒരു വെന്യൂലായിരിക്കും ഈ എക്സാംസ് നടത്തുക. ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഐലേണിൻ്റെ ഫുൾ ടെസ്റ്റ് വെന്യൂസ് were completely packed. Okay, so this is the entire experience of IPTS. As I said, this is not a test series. This is your last mile complete preparation for your prelims stream. IPTSൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം വേറെ കുറേ സർപ്രൈസ് എലിമെൻസും കൂടെ ഉണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളുടെ ഫൈനൽ റൗണ്ട് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് IPTS ലാസ്റ്റ് മിനിറ്റ് റെക്കണർ ഉണ്ടാവും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും വളരെ ക്രിസ്പായിട്ടും പ്രിസൈസായിട്ടും നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റെക്കണർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യമുണ്ട്, ഇതൊരു വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിലും നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഹാൻഡ് ഹോൾഡിംഗ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതായത് നിങ്ങൾക്ക് ഓരോ ടെസ്റ്റും കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്കൊരു മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലയോ, അല്ലെങ്കിൽ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു IPTS പ്ലസ് എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നു. ഈ IPTS പ്ലസ്സിൽ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു യുണീക്ക് മെൻറ്റർ, ഒരു സ്പെഷ്യൽ മെൻറ്റർ നിങ്ങൾക്ക് വേണ്ടി അലൊക്കേറ്റഡ് ആവും. ദിസ് മെൻറ്റർ ഇസ് ഗോയിങ് ടു ബി എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഇൻ ദിസ് ജേർണി ടു പാസ് പ്രിലിംസ്. So thank you. See you in IPTS 2026.